ജലമൊഴുകി ഒരു പൂവിട് വലത് കൈ കൊണ്ട് കമത്തി പിടിക്കുക. ഇതാണ് അഷ്ടകം പിടിക്കുക എന്ന് പറയുന്നത്. മനസ്സിലായോ? പിതൃപരമ്പരയുടെ മോക്ഷപ്രാപ്തിക്കായി 10,000 ബലിതർപ്പണം നടത്തി. ഒരിക്കൽ വ്രതമനുഷ്ഠിച്ച് മനസ്സും ശരീരവും ശുദ്ധമാക്കിയാണ് കർക്കിടകമാവ് ബലിതർപ്പണത്തിനായി ഭക്തർ എത്തിയത്. ശനിയാഴ്ച പുലർച്ചെ മുതലാണ് ഇക്കുറി ബലിതർപ്പണ ചടങ്ങുകൾ തുടങ്ങിയത്. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും കടവുകളിലും ബലിതർപ്പണത്തിനായി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. പുനലൂർ തൃക്കോതേശ്വരം ശ്രീ മഹാദേവർ ക്ഷേത്രം, മുഹൂർത്തിക്കാവ്, സ്നാനഘട്ടമടക്കമുള്ള കടവുകളിൽ 10,000 പുലർച്ചെ മുതൽ തന്നെ ബലിതർപ്പണത്തിനായി എത്തിച്ചേർന്നത്. ക്ഷേത്രക്കടവിൽ നിൽക്കുന്ന ഭക്തരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആറ്റിൽ വെള്ളം കൂടുതലാണ്. ആറ്റിന് പോലീസ്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് മാത്രമേ പരിഹരിക്കുന്നത് കൂടുതലാണ്. അതുകൊണ്ട് പോലീസ്, ഫയർഫോഴ്സിൽ ഇറങ്ങാവൂ. ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ഭക്താദികൾക്കും ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ അന്നദാനം ക്രമീകരിച്ചിട്ടുണ്ട്. അത് നടന്നു വരികയാണ്. ഓരോ ഭക്താദികളും ഈ പുണ്യകർമ്മത്തിൽ പങ്കുകൊണ്ട് പുണ്യം നിന്ന് അഭ്യർത്ഥിക്കുകയാണ്. ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ അന്നദാനം നടന്നു വരികയാണ്. എല്ലാ ഭക്താദികളും ഈ പുണ്യകർമ്മത്തിൽ പങ്കുകൊള്ളുമെന്ന് ഉന്നതങ്ങളായ ഉണ്ണിയപ്പം, പായസം എന്നിവയ്ക്ക് ആവശ്യമുള്ളവർ പുണ്യകർമ്മത്തിനെത്തുന്ന ഭക്തജനങ്ങൾ ദയവായി സഹകരിക്കുക. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ പോലീസ്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഈ പുണ്യകർമ്മത്തിൽ പങ്കുകൊള്ളേണ്ടതാണ്. ചന്ദനം. ഇവിടെ ദക്ഷിണ സമർപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അവിടെ ഭസ്മമുണ്ട്. ആ ഭസ്മം നെറ്റിക്കിട്ട് ചിറച്ചല് വിട്ടിട്ട് ഉണ്ണിയപ്പം ഇതെല്ലാം നടത്തിയിട്ട് സദ്യയിലത്തെ അന്നദാനം തീർന്നോ? തുടങ്ങട്ടോ? ഗണപതി നമഃ. പാർവതി പരമേശ്വര സന്നിധോ സൂര്യ നാരായണ സ്വാമി സന്നിധോ ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അടുത്തത് നോക്ക്. ഗ്ലാസ് വെള്ളമുണ്ടല്ലോ. അവിടെ ഇങ്ങോട്ട് നോക്ക്. ഇങ്ങനെ പിടിക്കുക. മുന്നോട്ട് മുന്നോട്ട്. ഗംഗാദേവിയ നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു. താത്ത വയ്ക്ക്. അല്പം ജലമെടുത്ത് ദേഹത്ത് കുടയുക. അല്പം ജലമെടുത്ത്
വെച്ചോ? ഇനി അല്പം പൂവെടുത്ത് രണ്ട് കൈ കൂപ്പി പിടിക്കും. ശിവം ഭവതു മംഗളം ആയുർ ആരോഗ്യ വർദ്ധനം മമ ബുദ്ധി പ്രകാശായ ദീപം ജ്യോതി നമോ നമ. പൂവിൽ പരാശിതം മതം പുണ്യം പവിത്രം പാപനാശനം ആയസ്തേ കുശമധ്യേ ജനാർദ്ദനം കുശാഗ്രേ ശങ്കരം ദേവം. ജലമൊഴിക്കുക. ഒരു പൂവിട് വലത് കൈ കൊണ്ട് കമത്തി പിടിക്കുക. ഇതാണ് അഷ്ടകം പിടിക്കുക എന്ന് പറയുന്നത്. മനസ്സിലായോ? തിലോദകം സമർപ്പയായി ഇടയ്ക്ക് രണ്ട് ധാരയായിട്ട് വീഴ്ത്തുക. മുക്കാൽ ഭാഗം എടുത്ത് ഉരുള വിട്ടുക. കാൽ ഭാഗം ആ ഇലയിൽ വെച്ചേക്കുക. ഉരുട്ടി മുന്നിലേക്ക് നിലയിൽ വയ്ക്കുക. സർക്കിൾ അവിടെ എഴുതി പിടിക്കാം. ഓം ഗുരുഭ്യോ നമഃ ഗംഗണപതേ നമഃ തദേവ ലഗ്നം സുദിനം തദേവ താരാബലം ചന്ദ്രബലം തദേവ വിദ്യാബലം ദേവബലം തദേവ ലക്ഷ്മീപദേ ആന്ത്രയുഗം സ്മരാമി അപവിത്രാം പവിത്രോവാ സർവാവസ്ഥാൻ യഥോപിവ യസ്തരേത് പുണ്ടരീകാശം സബാഹ്യാം ആഭ്യന്തരം ശുചിഃ മാനസം വാചികം പാപം കർമ്മണാം സമുപാർജിതം ശ്രീരാമ സ്മരണേനൈവ യവോഹതി അസംശയാം സമർപ്പയാമി. വലത്തെ ഇലയിൽ നടുക്ക് ഭാഗമായിട്ട് വെച്ചു കൈ നനയ്ക്കാം. ഓം ഗംഗേ ച യമുനേ ചൈവ ഗോദാവരീ സരസ്വതീ നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു. ആ ജലത്തിലേക്കിടാം. ഓം പവിത്രം പാപനാശനം ആയുസ് എടുത്ത് ചെവിയുടെ ഇരുഭാഗങ്ങളിലായി 3 വട്ടം പ്രദക്ഷിണം ചെയ്യണേ. വലത് വശത്തോട്ട് നോക്കി പ്രദക്ഷിണം ചെയ്യണേ. ഓം യാനി യാനിജ പാപാനി ജന്മാന്തര കൃതാനി ച താനി താനി പ്രണശ്യന്തി പ്രദക്ഷിണ പദേ പദേ അന്യതാ ശരണം നാസ്തി ത്വമേവ Kalau
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാം അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ദീപാം പ്രദക്ഷിണാം സർവോപചാരാം ഷോഡശപൂജായാം കർപ്പൂരാം നീരാഞ്ജനേനാം സമർപ്പയാമി. പിണ്ടത്തിന്റെ മണ്ടയിൽ കൊടുക്കാം. കൈ നനയ്ക്കാം. അന്തരകൃതാനി ച താനി താനി വിനശ്യന്തി അപ്രദക്ഷിണ പദേ പദേ. തെക്കോട്ട് നോക്കിയിട്ട് ശിവസ്മരണം നടത്തണം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗം നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സാവകാശ ആ സ്ഥാനത്ത് പതുക്കെ എഴുന്നേറ്റ് നിൽക്കുകയാണ് വേണ്ടത്. അത് ശ്രദ്ധിച്ച് എഴുന്നേറ്റ് പറഞ്ഞ കാലൊക്കെ പെരുത്തുണ്ടെങ്കിൽ പതുക്കെ എഴുന്നേറ്റ് രണ്ട് കാലിൽ ഒരേ ബലം കൊടുത്ത് നിൽക്കുക. നാരായണായേതി സമർപ്പയാമി ശ്രീമന്നാരായണായേതി സമർപ്പയാമി. നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മത്തിലോ ചെയ്തിട്ടുള്ള മന്ത്രത്തിലോ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനോട് ക്ഷമാപണം നടത്തണം. കാരചരണ കൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ അപരാധം വിഹിതം അവിഹിതം വാ സർവമേതം ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ. വസ്ത്രം നമ, ഉപവസ്ത്രം നമ, ഉത്തരീയം നമ, ഉപവീതം നമ. ഈ പിണ്ടം പൂജയാണ്. പൂജ ചെയ്യാനായിട്ട് ഒരു പുഷ്പം എടുത്തിട്ട് 3 പ്രാവശ്യം വീണ്ടും ജലം അർപ്പിക്കുക. ഓം ജലായ നമ, ഓം ജലായ നമ, ഓം ജലായ നമ. ചന്ദനം ഒന്ന് ചാലിച്ചിട്ട് 3 പ്രാവശ്യം ചന്ദനം അർപ്പിക്കുക. ഓം ഗന്ധായ നമ, ഓം ഗന്ധായ നമ, ഓം ഗന്ധായ നമ. ഓരോ പുഷ്പം എടുത്തിട്ട് 3 പ്രാവശ്യം അർപ്പിക്കുക. ഓം പത്മായേ നമ, ഓം പത്മായേ നമ. ഇനി ആ അരി വേവിച്ച് തന്നിട്ട് അത് ഉരുളയാക്കി എടുക്കുക. പിതൃവംശേ മൃതായേജ മാതൃവംശേ തദൈവജ ഗുരുശ്വശുര ബന്ധുനാം യേജ അന്യേ ബാന്ധവാമൃത. യേ ബാന്ധവ യേ അബാന്ധവ തേഷാം ഉദ്ധരണാർത്ഥായ ഇതം പിണ്ഡം വിനിദദാമി. കർപ്പയുടെ മുകളിലോട്ട് വയ്ക്കുക. ബാക്കി അവശേഷിക്കുന്ന ചോറിൻ്റെ അംശമൊക്കെ ഉള്ളതെല്ലാം ബാക്കിയെടുത്ത് ആ പിണ്ടത്തിന് ചുറ്റാമായി വീഴ്ത്തുക. ഓം പിണ്ടനോമുപരി പിണ്ടശേഷം നമ, ആമപിണ്ഡം നമ, അമൃതപിണ്ഡം നമ, പഞ്ചാമൃതപിണ്ഡം നമ, മുക്തിപിണ്ഡം നമ, മോക്ഷപിണ്ഡം നമ. അല്പം ജലവും ആയിട്ട് കൈക്കൂടെ ആ പിണ്ഡത്തിൻ്റെ മുകളിലോട്ട് വീഴ്ത്തുക. സ്വധാ നമ തർപ്പയാമി. അല്പം എള്ളും ജലവുമായിട്ട് പിണ്ഡത്തിൻ്റെ മുകളിലോട്ട് വീഴ്ത്തുക. മമ വംശദ്വയ പിതൃഭ്യ പിണ്ടോപരി തിലോദകം മയാ ദീയതേ. ഇനി കൈയൊന്ന് കഴുകി ശുദ്ധമാക്കുക. എന്നിട്ട് പവിത്രം എടുത്ത് വലതയുടെ മുകളിൽ വീണ്ടും ധരിക്കുക. ഒരു പുഷ്പം എടുത്ത് ഹൃദയസ്ഥാനത്ത് കൊണ്ടുവരിക. പ്രവേശ കൃഷ്ണ കാവേരിയോ മധ്യദേശേ സമസ്തദേവ ബ്രാഹ്മണസന്നിധൗ അസ്മിൻ വർത്തമാന വ്യവഹാരികേ
ശാന്ത്രശൗര്യമാലേന പ്രഭവാദി ഷഷ്ടി സംവത്സരാണാം പഞ്ചസഹസ്രേ ഏകശതോത്തര षड्विंशति वर्षे दक्षिणायने श्रावणमासे कृष्णपक्षे मन्दवासरे पुनर्दं नक्षत्रयुक्तायाम् एवं गुणविशेषण विशिष्टाय शुभदिने पुण्यतिथौ काशी रामेश्वरं कालहस्ती कन्याकुमारी വർക്കല പാവനാശം തിരുനെല്ലി തിരുവല്ലം തിരുമുല്ലവാരം ഇത്യാദി സ്ഥലാനി സർവം കൊല്ലം ജനപദേ പുനലൂർ നഗരേ കല്ലട നദ്യാ തീരെ ഇത് സങ്കല്പയിത്വ അഹം എന്ന് പറഞ്ഞാൽ നമ്മളാണ്. അപ്പം നമ്മുടെ ഈ ചെയ്യാൻ നമ്മളാണ് കർമ്മം ചെയ്യുന്ന അവരുടെ നക്ഷത്രവും പേരും നമ്മൾ മനസ്സിൽ പറയുക. ഇന്ന നക്ഷത്രം മകയിലാണെങ്കിൽ മകയിൽ നക്ഷത്ര ജാത, പേര് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ നാമശർമ്മണ. അപ്പോൾ അവരുടെ പേര് നക്ഷത്രവും മനസ്സിൽ പറഞ്ഞതിന് ശേഷം നമ്മുടെ സമസ്ത പിതൃകൾക്ക് ബന്ധുക്കൾക്ക് ഗുരുക്കന്മാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് മമ വംശദ്വയ പിതൃണാം ഗുരു സുശിര ബന്ധുനാം അക്ഷയ തൃപ്തിയാർത്ഥം അമാവാസി ശ്രാദ്ധേ പിതൃതർപ്പണം കരിഷ്യേ. ആ മുഖത്ത് 3 പ്രാവശ്യം ഒഴിയുക. ഓം വിഷ്ണു 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 ഓം നമോ. പോലീസ്, ഫയർഫോഴ്സ് സേനാംഗങ്ങൾക്ക് പുറമെ സന്നദ്ധ സേവന വോളണ്ടിയർമാരും ഇക്കുറി ബലിതർപ്പണ ചടങ്ങുകൾക്കായി എത്തിയവർക്ക് സഹായവുമായി കടവുകളിലുണ്ടായിരുന്നു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.